നമസ്കാരം. നിലവിലെ സിം ഒരു ബാധ്യതയായി തോന്നിയിട്ടുള്ള ചിലരെങ്കിലും ഉണ്ടാകും. ആ തോന്നലിന്റെ മുഖ്യ കാരണം താങ്ങാനാകാത്ത റീചാർജ് ചെലവുകൾ തന്നെയാകും. ഒരു വശത്ത് സ്വകാര്യ ടെലികോം കമ്പനികൾ ടെലികോം സേവനങ്ങൾക്ക് ഉയർന്ന നിരക്ക് ഈടാക്കുമ്പോൾ, മറുവശത്ത് സർക്കാർ ഉടമസ്ഥതയിലുള്ള ടെലികോം കമ്പനിയായ BSNL നിസാര വിലയ്ക്ക് അതേ സേവനങ്ങൾ ലഭ്യമാക്കിയിട്ടുണ്ട്. കാലങ്ങളായി കേട്ടുവന്നിരുന്ന ചില ആക്ഷേപങ്ങൾ വിശ്വസിച്ച് ഇപ്പോഴും BSNL സേവനങ്ങൾ മോശമാണ് എന്ന ധാരണയിൽ കഴിയുന്ന നിരവധി പേരുണ്ട്. പക്ഷെ പണ്ടത്തെ അവസ്ഥയിൽ നിന്ന് BSNL ഏറെ മുന്നേറിയിട്ടുമുണ്ട്. അടുത്ത മാസത്തോടെ, അതായത് 2025 ജൂണോടുകൂടി 1 ലക്ഷം 4G ടവറുകൾ എന്ന ലക്ഷ്യം BSNL നേടുമെന്നാണ് പ്രതീക്ഷ. ഇതിനകം തന്നെ 80,000-ത്തിലധികം ടവറുകളിൽ 4G എത്തിക്കാൻ BSNL കഴിഞ്ഞിട്ടുണ്ട്. ആദ്യഘട്ടം എന്ന നിലയിലാണ് 1 ലക്ഷം 4G ടവറുകൾ സ്ഥാപിക്കുക. ഇന്ത്യയിൽ എമ്പാടുമുള്ള വരിക്കാരുടെ ആവശ്യങ്ങൾ നിറവേറ്റാൻ ഇത് മതിയാകില്ല. എങ്കിലും 1 ലക്ഷം 4G സൈറ്റുകൾ എന്ന ലക്ഷ്യം കൈവരിച്ചതിന് പിന്നാലെ 5G വ്യാപനം ആരംഭിക്കാനാണ് BSNL പ്ലാൻ ചെയ്തിരിക്കുന്നത്. അതിനോടൊപ്പം കൂടുതൽ പ്രദേശങ്ങളിൽ നെറ്റ്വർക്ക് ശേഷി ഉയർത്താൻ ശ്രമിക്കും. കഴിഞ്ഞ ആഴ്ച പുറത്തുവന്ന ട്രൈയുടെ മാർച്ചിലെ പ്രതിമാസ റിപ്പോർട്ട് പറയുന്നത് BSNL-ലേക്ക് വീണ്ടും പുതുതായി ആളുകൾ എത്താൻ തുടങ്ങി എന്നാണ്. ജിയോ, എയർടെൽ എന്നീ വൻ ടെലികോം കമ്പനികൾക്കിടയിൽ നിന്നുകൊണ്ട് പുതിയ വരിക്കാരെ സ്വന്തമാക്കാൻ BSNL-ന് കഴിഞ്ഞു എന്നതും വലിയ നേട്ടമാണ്. സാധാരണയായി വരിക്കാരെ നഷ്ടമായ കണക്കാണ് BSNL-ന് പറയാനുണ്ടായിരുന്നത്. എന്നാൽ ജിയോയുടെയും എയർടെലിന്റെയും അത്രയും വരില്ലെങ്കിലും ഏതാണ്ട് 50,000-ത്തിനടുത്ത ആളുകൾ BSNL-ലേക്ക് പുതുതായി എത്തിയെന്ന് ട്രൈ റിപ്പോർട്ട് വ്യക്തമാക്കുന്നുണ്ട്. വൻ ചിലവുകൾ മൂലം സിം ഉപയോഗം ഒരു ബാധ്യതയായി മാറിയവർക്ക് ഈ സാഹചര്യത്തിൽ BSNL-ലേക്ക് പോർട്ട് ചെയ്യുന്ന കാര്യം പരിഗണിക്കാവുന്നതാണ്. ഇത് ടെലികോം ചെലവ് വൻതോതിൽ കുറയ്ക്കാൻ സഹായിക്കും. കുറഞ്ഞ വിലയിൽ റീചാർജ് പ്ലാനുകൾ വാഗ്ദാനം ചെയ്യുക മാത്രമല്ല, അതുകൂടാതെ ആകർഷകമായ നിരവധി ഓഫറുകളും BSNL വാഗ്ദാനം ചെയ്യുന്നുണ്ട്. നിലവിൽ മാതൃദിന ഓഫറിന്റെ ഭാഗമായി 5 പ്രീപെയ്ഡ് പ്ലാനുകളിൽ BSNL പ്രത്യേക ഓഫറുകൾ ലഭ്യമാക്കിയിരുന്നു. ഇതൊക്കെ ആസ്വദിച്ച് ടെലികോം ചെലവുകൾ കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് BSNL-ലേക്ക് പോർട്ട് ചെയ്യാനുള്ള ഒരു മികച്ച സമയമാണിത്. എന്നാൽ സിം പോർട്ട് ചെയ്യും മുമ്പ് ചില കാര്യങ്ങൾ അറിയേണ്ടതുണ്ട്. അതോടൊപ്പം എങ്ങനെ പോർട്ട് ചെയ്യാമെന്നും നോക്കാം. ഒരു ടെലികോം കമ്പനിയിൽ നിന്ന് മറ്റൊരു കമ്പനിയിലേക്ക് സിം മാറാൻ ഉദ്ദേശിക്കുന്നുണ്ട് എങ്കിൽ അതിനു മുമ്പ് അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. നിലവിൽ ഓപ്പറേറ്ററുടെ കീഴിൽ 90 ദിവസമെങ്കിലും പൂർത്തിയായിരിക്കണം. ബില്ലടയ്ക്കാൻ ബാക്കിയുണ്ടാവരുത്. മൊബൈൽ നമ്പറിന്റെ ഉടമസ്ഥാവകാശം സംബന്ധിച്ച് പ്രശ്നങ്ങളും ഉണ്ടായിരിക്കരുത്. മൊബൈൽ നമ്പർ സബ് ജുഡീസ് ആയിരിക്കരുത്. അതായത് ഏതെങ്കിലും കോടതി കേസുമായി ബന്ധപ്പെട്ടതാവരുത്. സബ്സ്ക്രൈബർ കരാർ പ്രകാരം കരാർ ബാധ്യതകളൊന്നും ഉണ്ടാവാൻ പാടില്ല. നിലവിലെ സിം BSNL-ലേക്ക് പോർട്ട് ചെയ്യേണ്ടത്, പോർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന മൊബൈൽ നമ്പറിൽ നിന്ന് യുണീക് പോർട്ടൽ കോഡ്, അതായത് UPC ജനറേറ്റ് ചെയ്യണം. ഈ കോഡ് ലഭിക്കാൻ പോർട്ട് എന്ന ഫോർമാറ്റിൽ 1900 എന്ന നമ്പറിലേക്ക് SMS അയക്കണം. അപ്പോൾ UPC-യും ആ നമ്പറിന്റെ വാലിഡിറ്റിയും അടങ്ങുന്ന മെസ്സേജ് ലഭിക്കും. തുടർന്ന് അടുത്തുള്ള BSNL കസ്റ്റമർ കെയർ സെന്ററിലോ റീറ്റെയിൽ ഔട്ട്ലെറ്റിലോ അംഗീകൃത ഫ്രാഞ്ചൈസികളിലോ പോകണം. MNP റിക്വസ്റ്റ് അംഗീകരിച്ച ശേഷം പോർട്ടിംഗ് തീയതിയും സമയവും നിങ്ങളെ അറിയിക്കും. നിലവിലുള്ള നെറ്റ്വർക്ക് സേവനം കട്ട് ചെയ്തു കഴിഞ്ഞാൽ പുതിയ സിം ഫോണിൽ ഇടണം. പോർട്ട് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട സംശയങ്ങൾ, പ്രശ്നങ്ങൾ എന്നിവ പരിഹരിക്കാൻ 1800-1800-1503 എന്ന BSNL ടോൾ ഫ്രീ നമ്പറിൽ വിളിച്ച് സഹായം തേടാവുന്നതാണ്. യാതൊരു വിധത്തിലുള്ള പ്രോസസ്സിംഗ് ഫീസും സിം പോർട്ട് ചെയ്യുന്നതിന് ഈടാക്കാറില്ല.